ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ജൂൺ മാസത്തിലെ സങ്കടഹര ചതുർത്ഥിയാണ്. ചതുർത്ഥിയുടെ ഒരു വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവമാസം തീരുന്നത് ഈ ചതുർത്ഥിയോട് കൂടിയിട്ടാണ്. ഞായറാഴ്ച മിഥുനം 1. പുതിയ മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കാനും എല്ലാ രീതിയിലുമുള്ള തടസ്സങ്ങൾ മാറി നമുക്ക് നല്ല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും നമുക്ക് ഈ ഒരു ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനോട് ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് അതിനു വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് നാളുകളായി എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ തടസ്സം നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു തടസ്സം മാറിക്കിട്ടാനും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഭഗവാനോട് ചൊല്ലാവുന്നതാണ്. അപ്പം നമുക്ക് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, നാളെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് നാളെ ശനിയാഴ്ച വൈകിട്ട് 3:45 കൂടിയിട്ടാണ്. നമ്മൾ ചതുർത്ഥി വ്രതം എടുക്കുന്നത് ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ള ദിവസമാണ്. ഞായറാഴ്ച 3:45 കൂടി തന്നെ ഈ ഒരു ചതുർത്ഥി തിഥി അവസാനിക്കും. അതുകൊണ്ട് നാളെയാണ് ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ളത്. നമുക്ക് നാളെയാണ് വ്രതം എടുക്കേണ്ടത്. എല്ലാ വ്രതങ്ങളെയും പോലെ തന്നെ തലേ ദിവസം നോൺ വെജൊക്കെ ഒഴിവാക്കി പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അഭിഷേകം ചെയ്ത് ഭഗവാന് കറുകപ്പുല്ല് സമർപ്പിക്കണം. കറുകപ്പുല്ല് സമർപ്പിച്ച് ഓം ഗം ഗണപതിയെ എന്നുള്ള മന്ത്രം ചൊല്ലി ഭഗവാന് പ്രത്യേകമായിട്ട് നാളത്തെ ദിവസം നിങ്ങളൊരു വെളിച്ചെണ്ണ ദീപം കൊളുത്തി വെക്കണം. നാളെ രാവിലെ അല്ല, നാളെ വൈകിട്ടാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ചന്ദ്രൻ്റെ ആ ഒരു ഉദയ സമയത്താണ് നമ്മൾ ചതുർത്ഥി പൂജ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളോട് ഞാൻ അത് പറയുന്നില്ല. നിങ്ങൾ നാളെ ഒരു 6 മണിക്ക് ശേഷം ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ഭഗവാന് മുൻപിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊരു ദീപം കൊളുത്തി വെക്കണം. ഭഗവാൻ എപ്പോഴും വെളിച്ചെണ്ണ ദീപം കൊളുത്തുന്നതാണ് ഉത്തമം. അപ്പം ഭഗവാന് വെളിച്ചെണ്ണ ഒഴിച്ച് ഭഗവാന് മുൻപിലൊരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം ഭഗവാന് ഒരു പിടി കറുകപ്പുല്ല് സമർപ്പിക്കുക. 21 കെട്ടുള്ള ഒരെണ്ണമായാലും നല്ലത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പിടി കറുകപ്പുല്ല് സമർപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് 5 ഏലക്കായ എടുക്കണം. കുരുവൊന്നും വെളിയിൽ വരാത്ത നല്ല വൃത്തിയുള്ള നല്ല ശുദ്ധമായിട്ടുള്ള പുതിയ ഏലക്കായ ഏറ്റവും നല്ലത്. 5 എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഏലക്ക വെച്ച് നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അത് ഭഗവാനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എന്താഗ്രഹം സാധിച്ചു കിട്ടണമോ അത് പ്രാർത്ഥിച്ച് ആ ഒരു 5 ഏലക്കായും കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ദീപത്തിന് അടുത്തായിട്ട് വെച്ചിരിക്കുക. അന്നത്തെ ദിവസം മുഴുവൻ, അതായത് നാളെ ശനിയാഴ്ച രാത്രി മുഴുവൻ ആ ഒരു 5 ഏലക്കായും അവിടെ ഇരിക്കണം. അത് പിറ്റേ ദിവസം ഞായറാഴ്ച നിങ്ങൾ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ കൊണ്ടുപോയി എവിടെയാണെങ്കിലും ഭണ്ഡാരപ്പെട്ടിയിലോ ഭഗവാന്റെ നടക്കലോ എവിടെയാണെങ്കിലും സമർപ്പിച്ചാൽ മതിയാവും. അങ്ങനെ ആ ഒരു ഏലക്ക സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ മുൻപിലായിട്ടിരുന്ന് 27 തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലണം. വളരെയധികം പവറായിട്ടുള്ളൊരു മന്ത്രമാണിത്. ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഗുരുജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഗുരുജി നമ്മുടെ ലൈഫിൽ എന്തൊരു തടസ്സമുണ്ടെങ്കിലും എന്തൊരു ആഗ്രഹങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും 27 തവണ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ളൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 3-4 പേര് ചൊല്ലി അവർക്കൊക്കെ ഫലവും കിട്ടിയിട്ടുണ്ട്. ഞാനും നാളെ മുതൽ കണ്ടിന്യൂസ്ലി ഒരു 21 ഡേയ്സ് ചൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നാളെ മാത്രമായിട്ട് ചൊല്ലാം. അങ്ങനെ അല്ലെങ്കിൽ അടുപ്പിച്ചൊരു 21 ദിവസം 27 തവണ വെച്ച് നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെയാണ്. ഏകദന്തായ വിദ്മഹേ, അതായത് ഏകദന്തൻ, ഒരേ ഒരു പല്ലുള്ളവൻ, കൊമ്പുള്ളവൻ. വക്രതുണ്ഡായ ധീമഹി, വക്രതുണ്ടൻ, അതായത് വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ. തന്നോ ദന്തി പ്രചോദയാത്. ഭഗവാന്റെ ഭക്തരുടെ വഴിയിലുള്ള എല്ലാ മാർഗ തടസ്സങ്ങളെയും ആ ദന്തം കൊണ്ട് മാറ്റിക്കളഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ്
ഈ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത്. ചുമ്മാതെ അങ്ങ് നമ്മൾ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ധന്തി പ്രചോദയാത് എന്ന് പറഞ്ഞ് വളരെ സ്പീഡിലല്ലാതെ ആ അർത്ഥം, ഞാൻ നിങ്ങൾക്ക് ഓരോ മന്ത്രവും പറഞ്ഞു തരുമ്പോൾ എൻ്റെ അർത്ഥം പറയുന്നത് ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സഫലീകരിക്കപ്പെടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ചൊല്ലേണ്ടത് ഇതേ രീതിയിൽ വളരെ പതിയെ അത് മനസ്സിലാക്കി 27 തവണ ചൊല്ലണം. ചൊല്ലിയതിന് ശേഷം സങ്കടനാശന ഗണപതി സ്തോത്രം എല്ലാ സങ്കടഹര ചതുർത്ഥിയിലും നമ്മൾ ജപിക്കുന്നത് നല്ലതാണ്. ഇത് 27 തവണ ചൊല്ലിയിട്ട് ശേഷം 1, 3, 11, 21 തവണ നിങ്ങൾക്ക് സങ്കടനാശന ഗണപതി സ്തോത്രവും ഈ കൂടെ തന്നെ ചൊല്ലാവുന്നതാണ്. ഇതെല്ലാം ചൊല്ലി ഭഗവാന് ധൂപദീപ ആരതി എടുത്തിട്ട് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലിയാൽ മാത്രം പോരാ, ഇതിന് ഉതകുന്ന ഒരു നിവേദ്യമുണ്ട്, അതും കൂടി ഭഗവാന് നമ്മൾ സമർപ്പിക്കുക തന്നെ വേണം. നിവേദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കൊഴുക്കട്ടയാണ്. പക്ഷേ സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പം ഭഗവാന് തേങ്ങായും ശർക്കരയും വെക്കുന്നതിനോടൊപ്പം ഇവിടെ ഒരല്പം എള്ളും കൂടിയിട്ട് നമ്മൾ ചേർക്കണം. അതായത് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് നല്ല കറുത്ത എള്ള്, വെള്ള എള്ള് ഇവിടെ ചേർക്കുകയേ ചെയ്യരുത്. കറുത്ത എള്ള് 1 സ്പൂണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, അതൊന്ന് പൊട്ടിക്കിട്ടും. എന്നിട്ട് നമ്മൾ തേങ്ങായും ശർക്കരയുടെയും കൂടെ ആ ഒരു എള്ളും കൂടി ഇട്ട് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊഴുക്കട്ട 3, 5, 9, 11, 21 അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര കൊഴുക്കട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കുമ്പം ഒറ്റ സംഖ്യയിൽ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവാന് ധൂപദീപ ആരതി എടുത്ത് ഈ ഒരു കൊഴുക്കട്ടയും കൂടിയിട്ട് സമർപ്പിക്കണം. ഇവിടെ ഞങ്ങളോട് ഇവിടുത്തെ ഗുരുജി ചെയ്യാൻ പറഞ്ഞത് ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും, അതായത് ഈ ഓരോ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ കൊഴുക്കട്ട ഭഗവാന് സമർപ്പിക്കണം. ഒപ്പം ഓരോ കറുകപ്പുല്ലും കൂടി സമർപ്പിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് സഫലീകരിക്കപ്പെടുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ അത്രയും ഒന്നും പറയുന്നില്ല, അല്ലാതെ തന്നെ ഇത് ചെയ്താലും നമുക്ക് ഫലം കിട്ടും. അപ്പം ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 27 കൊഴുക്കട്ട ഉണ്ടാക്കാം. ഒരു ഗായത്രി മന്ത്രം, അതായത് ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ധന്തി പ്രചോദയാത് എന്ന് ചൊല്ലിയിട്ട് ഒരു കൊഴുക്കട്ട വെക്കണം. ആ കൊഴുക്കട്ടയ്ക്ക് മുകളിൽ ഒരു കറുകപ്പുല്ലും, അതായത് 3 ഇതളുകളോട് കൂടിയ ഒരു കറുകപ്പുല്ലൊക്കെ നമുക്ക് നിലത്ത് നിന്ന് കിട്ടുന്നതാണ്. നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ അത് ഭഗവാൻ ആ ഒരു കൊഴുക്കട്ടയുടെ മുകളിൽ വെച്ച് നമ്മൾ സമർപ്പിക്കാവുള്ളൂ. അത് നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അടുത്ത ഗായത്രി മന്ത്രം ചൊല്ലുക, ഒരു കൊഴുക്കട്ട വെക്കുക, അതിന് മുകളിൽ ഒരു കറുകപ്പുല്ല്, അങ്ങനെ 27 തവണ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം 3 എണ്ണമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 കൊഴുക്കട്ടയും കൂടി ഒന്നിച്ച് ഭഗവാന് സമർപ്പിച്ച് ഒരു കറുകപ്പുല്ലും കൂടെ സമർപ്പിച്ചാൽ മതിയാവും. ഇനി കറുകപ്പുല്ല് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തേര്, നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ അങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ കൺമുമ്പിൽ അതിനുള്ള ഉദാഹരണമുണ്ട്. ഞാൻ നാളെ മുതൽ 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി ഇത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. അങ്ങനെ ഭഗവാന് നമ്മൾ ആ ഒരു നിവേദ്യം സമർപ്പിക്കുക. നിവേദ്യം സമർപ്പിച്ചിട്ട് അത് എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് സംശയമാണ്. നമുക്ക് തന്നെ കഴിക്കാം. ഇപ്പോൾ നമ്മൾ അത് നിവേദിച്ച് ഒരു 5 മിനിറ്റ് ഭഗവാന്റെ മുൻപിൽ ഇരുന്നാൽ മതി. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയല്ലാതെ ഈ കൊഴുക്കട്ട പോലെയുള്ള എന്തൊരു വസ്തുവാണെന്നുണ്ടെങ്കിലും നിവേദിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കെടുത്ത് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്ത് നമുക്കും കഴിക്കാം. അയൽപ്പക്കത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുത്ത് കഴിക്കാവുന്നതാണ്. ഒരിക്കലും വെറുതെ പാഴാക്കി കളയരുത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നാളത്തെ ദിവസം മറക്കാതെ എല്ലാവരും ഇത് ചെയ്യണം. നിങ്ങളുടെ എന്തൊരു പ്രാർത്ഥനയും ഈ രീതിയിൽ 27 തവണ ഇതുപോലെ എള്ള് ചേർത്ത് കൊഴുക്കട്ടയും ഉണ്ടാക്കി കറുകപ്പുല്ലും കൂടെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ വഴിയിലെ മാർഗത്തിലെ തടസ്സം അതും നീക്കിത്തരും. നിങ്ങളുടെ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. അത്ര പവർഫുള്ളായിട്ടുള്ളതാണിത്. എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.